ഈ ഓണക്കാലത്ത് പ്രധാന നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വകാര്യ ബസ്സുകളും വിമാന കമ്പനികളും നിരക്കുകൾ കുത്തനെ കൂട്ടിയതോടെ നാട്ടിൽ വരാൻ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികളും കുടുംബങ്ങളും. റെഗുലർ ട്രെയിനുകളിലെ ബുക്കിംഗ് മിനിറ്റുകൾക്കകം തീർന്നതോടെ ഭൂരിഭാഗം പേരും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. സ്പെഷ്യൽ ട്രെയിനുകളിൽ തേർഡ് AC നിരക്കുകൾ സാധാരണ നിരക്കിനേക്കാൾ കൂടുതലാണെന്നും ആക്ഷേപം. തിരക്ക് പരിഹരിക്കാൻ റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിനുകൾ പേരിന് മാത്രമാണുള്ളതെന്നുമാണ് പരാതി. രാംഷാ CP ചേരുന്നു. രാംഷാ, ഇപ്പൊ നമ്മളോട് MP സംസാരിക്കുകയായിരുന്നു. റെയിൽവേയുടെയൊക്കെ ശ്രദ്ധയിൽ ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വർഷങ്ങളായി തുടരുന്ന പ്രതിസന്ധിയാണ്. ചോദിക്കുമ്പോൾ കൈ മലർത്തുന്നു. അവർക്ക് സാധാരണക്കാരന്റെ യാത്ര സംബന്ധിച്ച് ഒരു പ്രശ്നങ്ങളും അവർക്ക് ബോധ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരത് ബോധ്യപ്പെട്ടിട്ടും അനങ്ങാതിരിക്കുന്നു. തീർച്ചയായും റോഷ്നി, അതുതന്നെയാണ് പ്രശ്നം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നത് എവിടെയാണെങ്കിലും നാട്ടിലെത്തണം എന്ന് ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ആ നിലയിൽ തന്നെയാണ് വിദ്യാർത്ഥികളായാലും അതുപോലെ കേരളത്തിന് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ, കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുമുള്ള ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ ഈ ഓണത്തിന് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും അവർക്ക് നാട്ടിലെത്താനുള്ള വഴിയില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിൽക്കുന്നത്. അതായത് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വരാം എന്ന് കരുതിയാൽ നേരത്തെ തന്നെ, അതായത് സാധാരണഗതിയിൽ 60 ദിവസങ്ങൾക്ക് മുൻപാണ് ട്രെയിൻ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ തന്നെ ഈ ബുക്കിംഗ്, ഈ ഓണക്കാലത്തേക്കുള്ള ബുക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ ബുക്കിംഗ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഈ സാധാരണഗതിയിൽ ഓടുന്ന ട്രെയിനുകളുടെ എല്ലാം സീറ്റുകൾ ബുക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് അവസ്ഥ. അതോടൊപ്പം സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. അതിലും നിരക്ക് കൂടുതലാണ് എന്നൊരു പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നത് മാത്രമല്ല, അതിലും ടിക്കറ്റ് ലഭിക്കാനില്ല. ട്രെയിൻ അനൗൺസ് ചെയ്ത് ടിക്കറ്റ് ഓപ്പൺ ആയ ഉടനെ തന്നെ ബുക്കിംഗ് പൂർണ്ണമായി എന്നതാണ് കാണിക്കുന്നത്. പലരും ബുക്ക് ചെയ്ത ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നാട്ടിലേക്ക് വരാൻ കഴിയുമോ ഇല്ലയോ എന്ന ആശങ്കയിലാണ് പലരും ഇപ്പോൾ നിൽക്കുന്നത്. അതല്ലാതെ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് നോക്കിയാൽ അതും വലിയ സാമ്പത്തിക ചിലവുണ്ടാക്കുന്നു എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബസ് ടിക്കറ്റുകൾ വലിയ നിലയിൽ ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക 2000 രൂപയും അതിന് മുകളിലൊക്കെയാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ബസിന്റെ ചാർജ് ഉൾപ്പെടെ. വിമാന ടിക്കറ്റിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് പറയാതിരിക്കുകയാകും ഭേദം. ആ നിലയിൽ വിമാന ടിക്കറ്റുകൾ സാധാരണ ഈ സീസൺ ടൈമിൽ ടിക്കറ്റ് റേറ്റ് കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിലാണ് ബസ് ടിക്കറ്റിന്റെ നിരക്ക് കൂട്ടുന്നത്. അപ്പോൾ ആകെയുള്ള ഒരു ആശ്രയം ഈ ട്രെയിൻ ടിക്കറ്റ് ലഭ്യമാക്കുക എന്നതാണ്. പക്ഷേ ഈ ഫെസ്റ്റിവൽ സീസണിൽ പോലും കേരളത്തിലേക്ക് ആവശ്യമായ നിലയിലുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിട്ടില്ല എന്ന പരാതിയും ഒരു വശത്ത് ഉയരുന്നുണ്ട്. അനുവദിച്ച ട്രെയിനുകൾ പര്യാപ്തമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നിരവധി ആളുകൾ കേരളത്തിന്റെ പുറത്തുനിന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ചെന്നൈ പോലെയുള്ള, മുംബൈ പോലെയുള്ള നഗരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നിരവധി മലയാളികളുണ്ട്, പഠിക്കാൻ പോയ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഓണത്തിന് നാട്ടിലേക്ക് എത്താൻ ഇപ്പോൾ വഴിയില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. വലിയ പണച്ചിലവുള്ള ഒരു യാത്രയായി ഓണക്കാലത്തെ യാത്ര അവരെ സംബന്ധിച്ചിടത്തോളം മാറുന്നുവെന്നാണ്. പണം ചിലവഴിക്കാം എന്ന് കരുതിയാൽ പോലും ടിക്കറ്റ് ലഭിക്കാനില്ല എന്ന ഒരു ഗുരുതരമായ പ്രശ്നം കൂടി നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലൊന്നും പോയി ഓണക്കാലത്തേക്കുള്ള ടിക്കറ്റ് ചോദിച്ചാൽ എവിടെ നിന്നും ലഭിക്കാനില്ല. ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയാൽ വെയിറ്റിംഗ് ലിസ്റ്റ് 100ന് മുകളിലൊക്കെയാണ് ഇപ്പോൾ പല ട്രെയിനുകൾക്കും കാണിക്കുന്നത് എന്നതാണ് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ, റെയിൽവേയുടെ സൈറ്റിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ, ആപ്പുകളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഓണക്കാലത്ത് നാട്ടിലെത്തുക എന്നത് ഏറെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് പണച്ചെലവുള്ള കാര്യമാണ്. പണം ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ തന്നെ അതിന് വഴിയില്ലാത്ത, അല്ലെങ്കിൽ മാർഗമില്ലാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാനില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റോഷ്നി, യെസ്, രാംഷാ CP ആണ് വിവരങ്ങൾ നൽകിയത്. ഇതാണ് ട്രെയിൻ ടിക്കറ്റിന്റെയും അവസ്ഥ. ഇനി ഓണക്കാലത്തെ തിരക്കിന് പരിഹാരം കാണാൻ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ റെയിൽവേ